മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, ഇവന്റെയൊക്കെ വിചാരെന്താ? ഇവന്റെയൊക്കെ കൊണയടി കേട്ടിട്ട് സുരേഷ് ഗോപി അങ്ങ് പേടിച്ച് മുന്നോട്ട് പോകണമെന്നാണോ ഇവനൊക്കെ കരുതുന്നത്? ഇവനൊക്കെ രംഗത്തെത്തിയിട്ട് പച്ചത്തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. ഒരു കേന്ദ്രമന്ത്രി അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ നമുക്ക് ഈ വീഡിയോയില് ഈ ഗണേഷ് കുമാറിനെ ആണല്ലോ സുരേഷ് ഗോപി മറ്റേ മോനെ എന്ന് വിളിച്ചത്. ഈ ഗണേഷ് കുമാറിനെ ഒന്നും അത് വിളിച്ചാ പോരാ. എത്ര കാലമായിട്ട് ഗണേഷ് കുമാറൊക്കെ സുരേഷ് ഗോപിക്ക് പിന്നാലെ ഉണ്ട് എന്നതിന്റെ ഒന്ന് രണ്ട് തെളിവുകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് ഇവനൊക്കെ എന്താണ് ഈ കൊണയടിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഇവനൊക്കെ മുൻ ബിഗ് ബോസ് താരാണ്. ഇവരൊക്കെ തിരുവനന്തപുരത്തെ മേയറെ വിട്ടിട്ടിപ്പോ വരുന്ന നിയമസഭാ ഇലക്ഷൻ ആയിട്ട് ഇമ്മാതിരി കുറെ ആളുകള് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇപ്പൊ സുരേഷ് ഗോപിക്കെതിരെ തോന്നിയ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് ഈ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, നിങ്ങൾ കൂട്ടമായിട്ട് സുരേഷ് ഗോപിയെ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ കൂട്ടമായിട്ട് തന്നെ പ്രതിരോധിക്കുമെന്ന് തന്നെയാ ആദ്യം തന്നെ ഇത്തരം സകല ആളുകളോടും മുന്നോട്ട് വെക്കാനുള്ളത്. ഈ സായി എന്നാണ് ഇവന്റെയൊക്കെ പേര്. ഇവരൊക്കെ എത്രത്തോളം പച്ചക്കള്ളമാണ് വിളിച്ചു പറയുന്നത് എന്ന് തെളിവ് സഹിതം ഞാൻ മുന്നോട്ട് വെക്കാം. ഇവൻ വിളിച്ചു പറഞ്ഞതൊന്ന് കേട്ടു നോക്കൂ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പുതിയൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്, മറ്റേ മോൻ. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ. ഫോറൻസിക് ലാബിന് വേണ്ടി ആത്മാർത്ഥമായി തൃശൂർക്കാർ എന്നോട് ചോദിക്കില്ല. തൃശൂര് താമസിക്കാത്ത, തൃശൂരിനെ അറിഞ്ഞുകൂടാത്ത കുറെ എവിടെങ്കിലുമൊക്കെ ഇരുന്ന് കൂലി വാങ്ങിച്ചിട്ട്, ശ്രീ പിണറായിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ കൂലി വാങ്ങിച്ചിട്ട് എഴുതി തള്ളുന്ന എന്നോടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? സുരേഷ് ഗോപി കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് മറ്റേ മോനെ എന്ന് വിളിച്ചിട്ടുള്ളത് ഗണേഷ് കുമാറിനെയാണ്. കൃത്യമായിട്ട് അതിനോടൊപ്പം ഗണേഷ് കുമാറിന് ഒപ്പം തന്നെ ചേർത്ത് പിടിച്ചത് മറ്റാരെയാ? കൂലി വാങ്ങിയിട്ട് പിണറായിക്കും മറ്റും ആളുകൾക്ക് വേണ്ടി കൂലിയെഴുത്ത് നടത്തുന്നവരെയുമാണ് കൃത്യമായിട്ട് സുരേഷ് ഗോപി മറ്റേ മോനെ എന്ന് വ്യക്തമായിട്ട് അങ്ങ് വിളിച്ചത്. അതിന് ഈ പറയുന്ന സായിക്ക് എന്തിന്റെ കേടാ? ഇവരും കൂലിയെഴുത്തിന് തുനിഞ്ഞിറങ്ങിയതാണ്. കുറച്ചായിട്ട് തിരുവനന്തപുരം മേയറെ പിന്നാലെയായിരുന്നു കുറെ ആളുകളെ. ഇപ്പൊ അതുമെല്ലാം മാറ്റിപ്പിടിച്ച് നിയമസഭാ ഇലക്ഷൻ ഇങ്ങനെ അടുക്കും തോറും സുരേഷ് ഗോപിക്ക് നേരെ ഇത്തരം ഒരുപാട് ആളുകളെ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. കള്ളമാണ് ഇവരൊക്കെ വിളിച്ചു പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കുമ്പോൾ തന്നെയാണ് തന്റെ നേതാവ് നരേന്ദ്രമോദിന്റെയും വിഷയം. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾ കേട്ടില്ലേ? അല്ല, ഇവരൊക്കെ നരേന്ദ്രമോദി വന്ന് പിടിച്ച് തിന്നോ അല്ല പിടിച്ച് കടിച്ചോ? സോ ഈ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ എന്റെ വാർഡ് മെമ്പർ ആണെന്നോ ഇവരൊക്കെ കരുതുന്നത്? അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും തുക്കട നേതാവാണ് എന്നാണ് കരുതുന്നത്? 140 കോടിയിലധികം ജനങ്ങളുള്ള ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. അദ്ദേഹം എല്ലാ 24 മണിക്കൂർ വന്ന് പ്രസ് മീറ്റ് നടത്തുന്നതാണോ ഇവരൊക്കെ കരുതുന്നത്? അദ്ദേഹം എന്താണോ പറയേണ്ടത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. രാജ്യത്ത് കൃത്യമായ വികസനങ്ങൾ നടക്കുന്നുണ്ട്. രാജ്യത്ത് കൃത്യമായിട്ട് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇന്ന് ലോകത്ത് തന്നെ മുന്നോട്ട് പോകുന്നൊരു പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരത. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവരൊക്കെ എന്താ കരുതുന്നത്? 24 മണിക്കൂറും മാധ്യമങ്ങളോട് സംസാരിക്കണമെന്നോ? അല്ല, പിണറായി വിജയൻ വന്ന് കടക്കടപ്പുറത്ത് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകള് അങ്ങ് മാധ്യമങ്ങളോട് എന്തു പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. സുരേഷ് ഗോപി പറഞ്ഞാല് അല്ലെ നരേന്ദ്രമോദി പറഞ്ഞില്ലെങ്കിൽ ആ ചൊറച്ചിലൊക്കെ എങ്ങോട്ടേക്കുള്ള ചൊറച്ചിലാണ് എന്നുള്ളൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയാം. തുടർന്ന് നോക്കാം. മറ്റേ മോൻ അപരാധി മക്കൾ എന്നാണ് പറഞ്ഞത്. ചോദ്യം ചോദിക്കുന്ന മീഡിയക്കാരെയോ ചോദ്യം ചോദിക്കുന്ന ബാക്കി ജനങ്ങളെയോ തനിക്കൊക്കെ ഇത്രത്തോളം പുച്ഛമാണെങ്കിൽ ഓട്ടെരന്ന് വന്ന സമയത്ത് ഈ പുച്ഛോ പരിഹാസം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ കേട്ടില്ലേ? എത്ര പച്ച നിറികേടാണ് ഇവരൊക്കെ ചെയ്യുന്നത്. സുരേഷ് ഗോപി മറ്റേ മോനെ എന്ന് വിളിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് ഗണേഷ് കുമാറിനെയാ. കൃത്യമായിട്ട് കൂലിയെഴുത്തുകാർക്കെതിരെയാ പറഞ്ഞത്. പക്ഷെ ഇവൻ തന്ത്രപരമായിട്ട് അത് ജനങ്ങൾക്കെതിരെയാണ് എന്ന് പറയാൻ ലേശ കുളുപ്പൊക്കെ ആയിക്കൂടെ? സായെ, ലേശൊക്കെ മാന്യത ആയിക്കൂടെ? സുരേഷ് ഗോപി ഏതെങ്കിലും ജനങ്ങളെയാണോ പറയുന്നത്? കൃത്യമായിട്ട് ഗണേഷ് കുമാറിനെതിരെയല്ലേ പറയുന്നത്? ഈ ഗണേശിന് എന്തുകൊണ്ടാ മറ്റേ മോനെ എന്ന് വിളിക്കേണ്ടി വരുന്നത്? അത് സായിക്ക് അറിയാഞ്ഞിട്ടതല്ല. സായിക്കൊക്കെ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. കൃത്യമായിട്ട് കേരളത്തിലെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും പിന്തുണ നേടിയ
മുന്നോട്ട് പോവുക എന്നുള്ള തന്ത്ര സായിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരുപാട് ആളുണ്ട്. BJPക്കെതിരെ മോദി വിരുദ്ധത ഉയർത്തിപ്പിടിച്ച കേരളത്തിൽ നല്ല മാർക്കറ്റാണല്ലോ. സകല ആള് വന്ന് എന്ത് നെറുകേട് പച്ചക്കള്ളം പറഞ്ഞാലും അങ്ങ് പിന്തുണച്ചോളല്ലോ. ആ തന്ത്രമാണ് ഇവരൊക്കെ ഇങ്ങനെ പയറ്റി മുന്നോട്ട് വന്നത്. എന്നിട്ട് മറ്റേ മോനി എന്ന് പറഞ്ഞതില്ല പ്രശ്നം. ഈ സായി ഒരു കാര്യം മനസ്സിലാക്കണോ, ഈ ഗണേഷ് കുമാറിനെ മറ്റേ മോനി എന്ന് മാത്രം വിളിച്ചാൽ മതിയോ? ഗണേഷ് കുമാർ പറഞ്ഞ 2 വിഷയങ്ങൾ ഞാനൊന്ന് മുന്നോട്ടേക്കാം. ആദ്യത്തേത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇനിയിപ്പോൾ മുറുക്കും. ഇനിയിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ഇനി എയിംസ് വരും. അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ? കാരണം തൃശ്ശൂരാണെങ്കിലും MP പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴയിൽ മതി എന്നാണ്. അവന് തെങ്കാശിയിലായാലും മതി എന്നായി. അവസാനം തെങ്കാശിയിലേക്ക് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒളിമ്പിക്സ് വരുന്നുണ്ട് കേട്ടോ, വലിയ പ്രശ്നമില്ല. ഇന്ത്യയിലല്ല, തൃശ്ശൂർ കേരളത്തിൽ ഒളിമ്പിക്സ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒളിമ്പിക്സേ ഏഷ്യാഡൊന്നും അല്ല, ഇവിടുന്നൊക്കെ അങ്ങ് പോയി ഒളിമ്പിക്സ്. എന്തൊക്കെ കേൾക്കണം നമ്മളിപ്പോൾ. എന്ത് നിങ്ങൾ കേട്ടില്ലേ? ഇവരിത് ആദ്യമായിട്ടാണോ ഈ ഗണേശൊക്കെ ഈ പണിയായിട്ട് രംഗത്തിറങ്ങുന്നത്? അല്ല, ഗണേശിനെ മാധ്യമങ്ങളോ ആരും ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോ ചാടി വീണ് സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും എന്ന് പറയും. അപ്പൊ മാധ്യമ ശ്രദ്ധ, അതാണല്ലോ കേരളത്തിലൊരു മാർക്കറ്റ്. അതാണല്ലോ ഈ നരേന്ദ്രമോദിക്കെതിരെ സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും ഏത് തുക്കടാ ഒരുത്തൻ രംഗത്തിറങ്ങി വിളിച്ചു പറഞ്ഞാലും അതിനെല്ലാം മാർക്കറ്റ് ആണല്ലോ. അപ്പോ ഒരു മന്ത്രിക്കായിട്ടുള്ള ഗണേശ് പറയുമ്പോ കുറച്ച് വാർത്താ മൂല്യം കൂട്ടിക്കൊടുക്കല്ലോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എയിംസ് ഒക്കെ വെച്ച് സുരേഷ് ഗോപിയെ പരിഹസിക്കുക. ഇതിനൊക്കെ തന്നെയാ മറ്റേ മോനെ എന്ന് വിളിച്ചത്. ഓരോ ആളുകളും ഒന്ന് ലളിതമായിട്ട് ചിന്തിച്ചു നോക്കൂ. സായി കൂലിയെഴുത്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി കൂലിപ്പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ കൃത്യമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷമല്ലേ ഇവിടെ എയിംസിനെ കുറിച്ചൊക്കെ, കേരളത്തിലേക്ക് ഒരു എയിംസ്, കേരളത്തിലേക്ക് ഓരോ വികസനങ്ങൾ, ഒളിമ്പിക്സ്, ഓരോ കാര്യങ്ങളും ഇവിടെ ചർച്ചയാവുന്നത്. ഈ പറയുന്നവരായിട്ടുള്ള ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും രാജ്യത്ത് 10-65 വർഷക്കാലം രാജ്യം ഭരിച്ച് മുന്നോട്ട് പോയില്ലേ? ഈ പറയുന്ന കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാ കാലത്തും രാജ്യം ഭരിച്ചവർക്ക് ഒപ്പമല്ലായിരുന്നു ഈ 10-65 വർഷക്കാലവും. ആ സമയത്ത് ഒന്നും തന്നെ എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തിലേക്ക് ഒരു എയിംസ് കൊണ്ടുവരാതിരുന്നത്? കേരളത്തിലെ സകല MP-മാരും ഈ രാജ്യം ഭരിച്ചവർക്കൊപ്പമല്ലായിരുന്നോ? 10-65 വർഷക്കാലം ഒരു സമയത്ത് പോലും എയിംസ് കൊണ്ടുവന്നിട്ടില്ല. അതിനെക്കുറിച്ച് ഈ സായിക്കൊന്നും പറയാനില്ല. സുരേഷ് ഗോപി കൊണ്ടുവരുമെന്ന് പറഞ്ഞതിനെതിരെ തോന്നിയതുമായിട്ട് ഈ രംഗത്തിറങ്ങിയ ലേശൊക്കെ ഉളുപ്പൊക്കെ ആയിക്കൂടെ? കോൺഗ്രസിന്റെ കാലത്തെ നിങ്ങളൊക്കെ പുച്ഛിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ ഒക്കെ പുച്ഛാണല്ലോ വരുന്നത്. ഈ നരേന്ദ്രമോദി 10 വർഷക്കാലം രാജ്യം ഭരിച്ച സമയത്തെ 16 എയിംസുകൾ രാജ്യത്ത് പുതുതായിട്ട് കൊണ്ടുവന്ന്, 10-65 വർഷക്കാലം കോൺഗ്രസ് രാജ്യം ഭരിച്ച സമയത്ത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി രാജ്യം ഭരിച്ച സമയത്തെ വെറും 7 എയിംസ് മാത്രം രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നരേന്ദ്രമോദി 10 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത രീതിയിൽ വികസനം കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഒരു എയിംസ് മാത്രമല്ല, എല്ലാ മേഖലകളിലും ആ നരേന്ദ്രമോദി സർക്കാരിലുള്ള കേന്ദ്രമന്ത്രിയാ സുരേഷ് ഗോപി. ആ മന്ത്രി കേരളത്തിൽ എയിംസ് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്താതെ ഇവിടെയുള്ള ഇടതിനും വലതിനും അതിനൊന്ന് പിന്തുണച്ച് അതിനു വേണ്ട സൗകര്യങ്ങളും സ്ഥലങ്ങളും ഒന്ന് കൊടുത്തുകൂടെ? ഈ സായിയൊക്കെ എന്നിട്ട് ഉളുപ്പില്ലാതെ ഗണേശിനെയും പിന്തുണച്ച് വരിക. മറ്റേ മോനെ എന്ന് വിളിച്ചു. നാണല്ലേ സായിയെ? ഒരു ഭാഗം കൂടി കൊടുക്കുക. ഗണേശ് ചൊറിഞ്ഞു വരുന്നതിന്റെ മറ്റൊരു ഭാഗം. ആളെ കബളിപ്പിക്കുകയാണ്. മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കും. ഈ പാവത്തിനതൊന്നും അറിയത്തില്ല, കാരണം അഭിനയം അറിയത്തില്ല. സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എൻ്റെ പേടി അതല്ലായിരുന്നു. സുരേഷ് ഗോപി കയറി നിസ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച് കളയുമെന്ന് ചേട്ടൻ. പിന്നെ അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കണക്ക് തള്ളവരിലിട്ട് നക്കിത്തിൻ കള്ള. നിങ്ങൾ കേട്ടില്ലേ? സുരേഷ് ഗോപി ഒരു മുസ്ലിം പള്ളിയിൽ നോമ്പ് തുറക്ക് പങ്കെടുത്തതിനെ പരിഹസിക്കുക. ഇവർ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. ഈ ഗണേശ് ഇത് കുറച്ച് കാലായിട്ട് സുരേഷ് ഗോപിക്ക് പിന്നാലെയാ. ഇവിടെ പിണറായി വിജയൻ നോമ്പ് തുറ നടത്തിയാൽ ഒരു പ്രശ്നമില്ല. VD സതീശൻ നോമ്പ് തുറ നടത്തിയ ഒരു പ്രശ്നമില്ല. ആര് നടത്തിയാലും പ്രശ്നമല്ല. പക്ഷെ സുരേഷ് ഗോപി ഒരു മുസ്ലിം പള്ളിയിലുള്ള ഒരു നോമ്പ് തുറക്ക് ആദരവോടുകൂടി അതിൽ പങ്കെടുത്താൽ അത് നക്കി മറിച്ചത് എന്ന് പറയുന്ന ഗണേശിനെ മറ്റേ മോനി എന്ന് വിളിച്ചാൽ മതിയോ? ലളിതമായിട്ടുള്ള ചോദ്യമോ? സായി എന്ന് ഉത്തരം പറയണോ? ഈ പറയുന്ന ഗണേശിനെ മറ്റേ മോനി എന്ന് വിളിച്ചതിന് അത് പൊതുജനത്തിന് നേരെയാണെന്ന് പറയാൻ നാണമില്ലേ സായിയെ? ഉളുപ്പില്ലേ? സായി പറഞ്ഞതിന്റെ ബാക്കി കൂടി നോക്കാം. ഇതേപോലെ ചാണകത്തിൽ വീണ ഒരു നാറിയ നേതാവ് ഇനി ഇയാളെ പറയുള്ളൂ. ഒരു കേന്ദ്രമന്ത്രിക്ക്
അനുയോജ്യമായിട്ടുള്ളൊരു ബിഹേവിയർ ആണോ ഇയാൾ? ഇത് സിനിമയാണ്. താനിപ്പോഴും ആ ക്യാരക്ടർ, സിനിമയിലെ ക്യാരക്ടറാണ്, ഈ മന്ത്രിസ്ഥാനം കിട്ടിയത് സിനിമയിലെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ് താൻ സ്റ്റേജിൽ കയറുന്നുണ്ട് ഈ ചിലക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ, ഒരു കേന്ദ്രമന്ത്രിയെ തെറി വിളിച്ചതിന് ഇവരൊരു പ്രശ്നമില്ല, താൻ ചിലയ്ക്കുക എന്നൊക്കെ ഒരു പ്രശ്നമില്ല. എന്നിട്ട് മറ്റേ മോനെന്ന് സുരേഷ് ഗോപിയെ ആര് വിളിച്ചാലും സുരേഷ് ഗോപിക്ക് അനുസരിച്ച് നിലവാരമുണ്ട് എന്നൊക്കെ തോന്നുന്ന മറുപടി അങ്ങ് കൊടുത്തേക്കാം. അത് ഗണേശനുള്ള നിലവാരമല്ല. കേരളത്തിലൊരു മന്ത്രിസ്ഥാനം ഉള്ളത് കൊണ്ടാണ് ഗണേശിനെതിരെ മറുപടി സുരേഷ് ഗോപി. അല്ല, ഗണേശിന്റെ നിലവാരമല്ല കേട്ടോ പറയുന്നത്. കേരളത്തിന്റെ ഒരു മന്ത്രിസ്ഥാനം ഉണ്ടല്ലോ ഇപ്പൊ തൽക്കാലം, ആ സ്ഥാനത്തിരുന്ന് പറഞ്ഞത് കൊണ്ടാണ് ചൂട്ട മറുപടി സുരേഷ് ഗോപി. അതിന് ഗണേശല്ല ആര് പറഞ്ഞാലും മറുപടി കൊടുക്കൂ. അത് മറ്റേ മോനോ അതിനേക്കാൾ കനത്തിലായിരിക്കൂ. സുരേഷ് ഗോപി കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളുടെയും പിന്തുണയോടുകൂടി MP ആയതല്ല. കേരളത്തിലെ സാധാരണക്കാർ വാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അദ്ദേഹത്തിന്റെ നന്മ തിരിച്ചറിഞ്ഞ കേരളത്തിൽ വിജയിച്ചത്. കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ നന്മ തിരിച്ചറിഞ്ഞ ആളുകളും നിരന്തരം പ്രചരണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി ഇന്നും നിലകൊള്ളുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംസ്ഥാന കലോത്സവത്തിൽ പോലും 3000 കിലോ മട്ട അരി സ്പോൺസർ ചെയ്തത് സുരേഷ് ഗോപിയാ. അവിടെ മറ്റു 19 MP മാരുണ്ടല്ലോ, എന്താ ചെയ്തിട്ടുള്ളത്? സുരേഷ് ഗോപി ഒരു ഭാഗത്തും മറുഭാഗത്ത് 19 MP മാരെയും വെച്ചാലേ സുരേഷ് ഗോപിയുടെ തട്ട് താന്ന് തന്നെ ഇരിക്കും. ആ തട്ടിനൊരു കുലുക്കോ സംഭവിക്കൂല. ഇവിടെയുള്ള 19 MP മാരെക്കാൾ എന്തുകൊണ്ടും യോഗ്യനും, എന്തുകൊണ്ടും ജനങ്ങൾക്ക് നന്മയും ലഭിച്ചത്, ഗുണവും ലഭിച്ചത്, സൗകര്യം ലഭിച്ചത് സുരേഷ് ഗോപിയെ കൊണ്ടാ. അത് എണ്ണിയാലൊന്നും തീരൂല. അത് വെള്ളം മുതല് അതങ്ങ് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടന്നിട്ട് തിരിച്ചെത്തുന്നത് വരെയുള്ള വിഷയങ്ങളുണ്ടതിൽ. സാഖലത്തിൽ സുരേഷ് ഗോപി ഇടപെട്ടിട്ടുണ്ട് നിരന്തരം. ഇതിങ്ങനെ ഇരുന്നിട്ട് കൊണയടിക്കുന്നതിന്റെ എളുപ്പപ്പണിയല്ല. സുരേഷ് ഗോപി പ്രവർത്തിക്കുക. ആ നന്മയെങ്കിലും ഈ സായിയൊക്കെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം. ഈ പറയുന്ന ഇടത് വലത് കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ പണിയെടുക്കുന്നതിനപ്പുറമായിട്ടേ സുരേഷ് ഗോപി എന്നൊരു മനുഷ്യർ കേരളത്തിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കണം. പിന്നെ കൊണയടിയാണ് എന്നാൽ ഏത് സായി ആണെങ്കിലും ഒരു കാര്യം മുന്നോട്ട് വെക്കാം. നിങ്ങളൊക്കെ കൂട്ടത്തോടെ തോന്നിയത് വിളിച്ചു പറഞ്ഞാലേ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രതിരോധിക്കാനും ഇവിടെ ആളുകളുണ്ട്. കേരളമൊക്കെ മാറുക, കൃത്യമായിട്ട് അങ്ങ് മുന്നോട്ട് വെക്കുക. കേരളമൊക്കെ മാറുക തന്നെയാ. സുരേഷ് ഗോപിയുടെ നന്മ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഏത് പ്രമുഖ മാധ്യമങ്ങളോ ഏത് ഇത്തരം സായിമാരോ അപ്പുറത്ത് നിന്ന് അവർക്ക് വേണ്ടി എന്ത് പണിയെടുത്താലോ സാധാരണക്കാരെ തിരിച്ചറിയുന്നുണ്ട്. സുരേഷ് ഗോപിയൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഒരു ഒറ്റ കാര്യം കൂടി സായിയോട് അങ്ങ് പറഞ്ഞുതരാം. സായി പറയുന്നുണ്ടല്ലോ, ആ സിനിമയിൽ നിന്ന് ഇറങ്ങണോ. ഈ സായി ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കിയോളൂ. സിനിമാക്കാരനായിട്ടുള്ള സുരേഷ് ഗോപിയെ താമര ചിഹ്നത്തിൽ വിജയിച്ചിട്ട് തന്നെയാ തൃശ്ശൂരിൽ MP ആയത്. അതായത് BJP-കാരനുമാണ്, സിനിമാക്കാരനുമാണ്. ആ സിനിമയിൽ നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചതും താമര ചിഹ്നത്തിൽ നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചതെന്നും അദ്ദേഹത്തിന് തന്നെ കൃത്യമായിട്ട് അറിയാം. ആ സിനിമയിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകും. അയക്കുന്ന പ്രശ്നം ഇവിടെ ജനങ്ങൾക്ക് അതിന് ഉപകാരം കിട്ടുന്നുണ്ട്. ആ ഒരു കൊണയടിയൊക്കെ ഉണ്ടല്ലോ ഇവിടെയുള്ള ഇടത് വലത് കേന്ദ്രങ്ങൾക്ക് വേണ്ടി, അതിലേക്ക് കേരള ജനത പുച്ഛിച്ച് തള്ളതിന് ഏത് സായി ആണെങ്കിലും ലേശം ഉളുപ്പൊക്കെ ഉണ്ടെങ്കിൽ, ലേശം മാന്യത ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഗണേശനെ പറഞ്ഞതിന് അത് പൊതുജനത്തിനാ എതിരാ എന്നൊക്കെ പറയാൻ നാണമില്ലേ സായിയെ?